പിന്നെ റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഈ അരീലിയ പ്ലാന്റിനെ ഈ ചട്ടിയിലേക്ക്, കാണുന്ന ചട്ടിയിലേക്ക് ഞാൻ മാറ്റി നടാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് മണ്ണും ഇച്ചിരി ജൈവവളം എടുത്തിട്ടുണ്ട്. ജൈവവളം ഞങ്ങളെ വളം തന്നെയാണ്, വീട്ടിലുണ്ടായ, അതായത് അടുക്കള വേസ്റ്റിനുണ്ടായ ജൈവവളമാണ്. അപ്പം ഡ്രെയിനേജ് ഹോളിൽ ഇച്ചിരി കല്ലിട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് മണ്ണ് നിറയ്ക്കുകയാണ്. നമ്മുടെ അരീലിയ പ്ലാന്റിനെ നമ്മുടെ പോട്ടിൽ നിന്ന് മെല്ലെ എടുത്തു. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വേഗം തന്നെ അത് വിട്ടു പോകുന്നോളും. എൻ്റെ വേരിനൊന്നും കേട് പറ്റാത്ത രീതിയിൽ കത്തിച്ചെടുക്കണം. ഇച്ചിരി മണ്ണ് ഇളകിപ്പോയി, അത് സാരമില്ല. ചട്ടിയിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ പ്ലാന്റ് ഇപ്പോൾ ഒരു സൈഡിലായിരിക്കണം. അപ്പോൾ നമ്മളത് കറക്റ്റ് സെൻറ്ററിലേക്ക് വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ബാക്കി മണ്ണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. സൈഡിൽ ഗ്യാപ്പിലൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കണം. ഇത് പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ്. വീഡിയോയിലോട്ട് നിങ്ങൾക്ക് കാണുന്നതുകൊണ്ടാണ് വലിയ വർക്കായിട്ട് തോന്നുന്നു. ഒന്നുമില്ല. ആ ചട്ടിയിൽ നിന്ന് ഈ ചട്ടിയിലേക്ക് ചെടീനെ മാറ്റുന്നു. ഇച്ചിരി മണ്ണും വളവും അതിലിട്ട് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ, സൈഡൊക്കെ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ സൈഡിൽ. അപ്പോൾ ആ ഗ്യാപ്പിലൊക്കെ നമ്മൾ മണ്ണും വളമൊക്കെ ഇട്ട് കൊടുത്ത് അത് ഫില്ല് ചെയ്ത് അതിനെ റെഡിയാക്കി. ഇത് നോക്കി, ചട്ടിയിലിരിക്കും വെള്ളം ഇച്ചിരി കൂടി വാങ്ങി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.